എല്ലാവർക്കും രാക്കാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കൂട്ടാൻ പച്ച ചെമ്മീൻ മുരിങ്ങക്കായ മാങ്ങ കുറച്ചിട്ട് ഒരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്നൊരു ചെമ്മീനും മുരിങ്ങക്കായാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 750 ഗ്രാം ചെമ്മീൻ എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ 3 മുരിങ്ങക്കായാണ് നന്നാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ മാങ്ങ തന്നെയാണ്. അപ്പോൾ ചെനച്ച് തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതൊരു ഇത്തിരി പുളി കുറവുള്ളത് കൊണ്ട് ഞാൻ തക്കാളിയും കൂടി ഒരു വലിയ പഴുത്ത തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് നടു കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരപ്പിന് ആവശ്യത്തിനുള്ള നാളികേരമാണ്. അപ്പോൾ ഒരു അരമുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചെമ്മീനും മുരിങ്ങക്കായും വാങ്ങിയിട്ട് വെക്കുന്ന കറിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും ഉള്ളി ചതച്ചതും പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച്, അതായത് 1 ഗ്ലാസ് ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയും മുരിങ്ങക്കായും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുരിങ്ങക്കായ്ക്ക് ചിലപ്പോൾ വേവ് കുറയുമ്പോൾ കറിക്ക് സാധിക്കും. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്, മൂടി വെച്ചിട്ട് അപ്പോൾ തിളക്കുന്ന വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. മുരിങ്ങക്കായും വേകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ നാളികേരത്തിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നാളികേരവും പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരയ്ക്കാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്കിനി തുറന്നൊക്കെ നോക്കാം കേട്ടോ, നല്ല തിളച്ചിട്ടുണ്ടോ. അതേ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആവി വെള്ളം വരുന്ന കൊണ്ടാണ് നമുക്കത് ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മുടെ മുരിങ്ങക്കായ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ എല്ലാതും ചനച്ച് തുടങ്ങി. പിന്നെ അതിൻ്റെ ഒപ്പം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തീ നന്നായി കുറച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അരപ്പൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം മിക്സിയുടെ ഉൾവശം കഴുകിയിട്ട് നമ്മൾ പറയാറില്ലേ, മിക്സിയിൽ അരച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി ചുറ്റി ഒഴിക്കാനായിട്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. കറിക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലിടാത്തത് ഉപ്പാണ്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പോരങ്ങി വരാണെങ്കിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടോ. അപ്പോൾ ഉപ്പിൻ്റെയും പുളിയുടെയും അളവും അതുപോലെ പൊടികളുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. അപ്പോൾ ഞാൻ 750 ഗ്രാം ചെമ്മീനുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. കറി തിളച്ചോന്നൊക്കെ നോക്കാനായിട്ട് നമുക്കിത് മൂടിക്ക് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ കറിക്ക് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ. കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ വെന്ത് തുടങ്ങി നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം മുരിങ്ങക്കായും കൂടി വെന്ത് നോക്കണം. അപ്പോൾ ഇനി ഇതിൽ നോക്കേണ്ടത് നമുക്കിതിൽ പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ ഒരു മാങ്ങയും കൂടി ഉള്ളവർ മാങ്ങ ഇട്ട് കൊടുക്കുക.
അതല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറവില്ല, ഞാൻ പറഞ്ഞ പോലെ വെക്കുകയാണെങ്കിൽ കുറവാണെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിലർക്ക് പുളി കുറവുണ്ടാവും, ചിലർക്ക് പുളി കൂടുതൽ വേണം. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അതിൽ ഉപ്പ് ഇത്തിരി കുറവാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പുളി നോക്കിയപ്പോൾ പുളി കുഴപ്പമില്ല, പുളി ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ നമുക്ക് അധികം വല്ലാണ്ട് അങ്ങോട്ട് പുളിയും വേണ്ട, എന്നാൽ പുളി വേണം താനും. അപ്പോൾ അത് പാകത്തിനാണ്, ഞങ്ങളുടെ കറിക്കുള്ള പാകത്തിനുള്ള പുളിയാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. ഉപ്പ് പോരായി കഴിഞ്ഞാൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് കൂട്ടാൻ ഇറക്കാം കേട്ടോ. നമ്മുടെ കറി നന്നായി കുറുകി എന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി സ്റ്റവ് ഒക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാണ്. സ്റ്റവ് ഓഫാക്കി ഒഴിക്കണം. അതിനായിട്ടൊരു ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മീൻ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. ഓയിലൊക്കെ വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചതും വേപ്പിൻ്റെ അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തുണ്ട് ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറിക്ക് ഒരു മണം കിട്ടാനാണ് ഈ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാതും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മൂത്ത ഉള്ളി നമ്മുടെ മീൻ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കായും വാങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കിയോളാം, എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളാം. വേറൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.